ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. +1 പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. സോ ഈ 5 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. അതിന് ഈ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രധാനപ്പെട്ട ഭരണഘടനയുടെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 എണ്ണമാണ്. ഒന്നാമത്തേത്, കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. രണ്ടാമത്തേത്, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുക. ലിമിറ്റേഷൻ ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാര പരിധി നിയന്ത്രിക്കുക. ഇതാണ് മൂന്നാമത്തെ. ദ നെക്സ്റ്റ് വൺ, ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുക എന്നതും ഭരണഘടനയുടെ കർത്തവ്യമാണ്. ദ നെക്സ്റ്റ് വൺ, ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് ഈ പോയിന്റെങ്കിലും നിങ്ങൾ പഠിക്കണം. പോയിന്റും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കുക. ചിലപ്പോൾ 5 മാർക്കിന് 6 മാർക്കിന് ഈ ചോദ്യം വരാറുണ്ട്.